ഗായ്സ് ഇവിടെ പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് ഗായ്സ്. അതിന് പഴം മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അതിനുള്ള മാവിടെ റെഡി ആയിട്ടുണ്ട് ഗായ്സ്. പിന്നെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നല്ല നാടൻ പഴംപൊരിയാണ് ഗായ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ പഴത്തിന്റെ നിറം കണ്ടാൽ തന്നെ മനസ്സിലാവും ഗായ്സ് നാടനാണ്. ഗായ്സ് കണ്ടോ ചുമചുമാന്നിരിക്കുന്ന പഴം. ഗ്യാസ് ഇവിടെ അച്ഛൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ്. ഗ്യാസ് നമ്മളിപ്പോൾ പഴം മാവിലേക്ക് മുക്കാൻ പോകുന്നു ഗ്യാസ്. ഗ്യാസ് നമ്മൾ മാവിൽ മുക്കിയിരിക്കുന്നു ഗ്യാസ്. എണ്ണയിലേക്ക് ഇടാൻ പോവുകയാണ് ഗ്യാസ്. നമ്മളിത് എണ്ണയിലേക്ക് ഇട്ടിരിക്കുന്നു ഗ്യാസ്. പിന്നെയും ഒരു പഴം മുക്കിയിരിക്കുന്നു ഗ്യാസ്. പിന്നെയും എടുത്തിട്ടിരിക്കുന്നു ഗ്യാസ്. ചായന്റെ കൂടെ കടിക്ക് വേണ്ടിയിട്ടാണ് ഗ്യാസ് ഉണ്ടാക്കുന്നത്. അമ്മയും അച്ഛനും ചേച്ചിയും ഏട്ടനും കൂടിയിട്ടാണ് ഗ്യാസ്. ഗ്യാസ് പഴം മുക്കി നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നല്ല വേവുന്ന മണമൊക്കെ വരുന്നുണ്ട്. നല്ല സ്റ്റൈലായിട്ടുള്ള പഴംപൊരിയാണത്. നമുക്ക് നോക്കാം ഗൈസ്. നമ്മുടെ സ്വന്തം അച്ഛൻ ഉണ്ടാക്കുന്നത് ഗൈസ്. നമുക്കതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മാറുന്നൊക്കെ അച്ഛനൊന്ന് കൈയൊന്ന് ഇതിനൊന്ന് കഴുകിക്കോട്ടെ. നമുക്കത് വാർത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വേണം. നമ്മൾ എടുക്കൂ, ഒരു പ്ലേറ്റ് എടുക്കൂടാ. നമുക്ക് അങ്ങനെ പിടിച്ചോടാം. അച്ഛനൊന്ന് കൈ തുടയ്ക്കാനായിട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ്. ഗ്യാസ് പഴംപൊരി വെന്തുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ്. ഗ്യാസ് ഇതപ്പോ അച്ഛൻ പാത്രം എടുത്തിട്ട് വന്നിരിക്കുന്നു ഗ്യാസ്. ഗ്യാസ് പഴംപൊരി ഗ്യാസ്. ഒന്നാം തരം പഴംപൊരിയാണ് ഗ്യാസ്. എന്റെ പഴംപൊരി നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഗ്യാസ്. ഗ്യാസ് ഇങ്ങനത്തെ പഴംപൊരി എവിടെയും കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. ഗ്യാസ് നോക്കൂ, നല്ല നാടൻ പഴംപൊരി ഗ്യാസ്. നല്ല പഴം പഴുത്തതായതുകൊണ്ട് നല്ല ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. അത് കഴിക്കാനും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നല്ല നാടൻ പഴംപൊരിയാണ്.